ഇന്നൊരു ചെറിയ യാത്രയുടെ വന്നിട്ടില്ല കേട്ടോ. സ്ഥലമൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇപ്പം ഞാനുള്ളത് എവിടെയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ട് പോകുന്ന റോഡിലാണ് കേട്ടോ. ആ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് റോഡാണ് കേട്ടോ. കാട്ടിലൂടെയുള്ള റോഡാണ്. 10-28 കിലോമീറ്ററോളം കാടിൻ്റെ അകത്തൂടെയാണ് ഈ റോഡ്. പിന്നെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആനിമൽ സൈറ്റിങ് കിട്ടുന്ന ഒരു റോഡാണ് കേട്ടോ. കാട്ടിൻ്റെ അകത്ത് കയറി 10 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കൊരു ആനയെ കാണാൻ പറ്റി കേട്ടോ. ആന റോഡ് ക്രോസ് ചെയ്യായിരുന്നു. നല്ലൊരു കൊമ്പനാനയായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ഈ റോഡിലേക്ക് എൻട്രൻസ് 30 രൂപയാണ് വരുന്നത്. ബൈക്കിന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല കേട്ടോ. കാട്ടിൽ അധികം നേരം വണ്ടി നിർത്താൻ പറ്റാത്തത് കൊണ്ടും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും മെല്ലെ കാടിൻ്റെ പുറത്തിറങ്ങിയിട്ടാട്ടോ ബാക്കി വിഷ്വൽസൊക്കെ എടുത്തത്. പുറത്തിറങ്ങിയാൽ വേറെ ലോകം തന്നെയാണ് കേട്ടോ. ഗുണ്ടൽപേട്ട് ആവുന്നതിന് മുന്നെയാണ് ഇതൊക്കെ. മുഴുവൻ പൂക്കളും പഴങ്ങളും പച്ചക്കറികളൊക്കെ ആയിട്ട് കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പോൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. പോകാൻ പോകുന്നത് ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മലയാണ്. അതിന് മുകളിലൊരു അമ്പലമുണ്ട്. പോകുന്ന വഴിക്ക് ഈ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കടാര പോലത്തെ ഒരു ചെറിയ കത്തി വാങ്ങി. ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന വഴിക്കാട്ടോ പോണത്. സാധാരണ പോകുന്ന വഴിക്കൊന്നും അല്ല ഗൂഗിൾ മാപ്പ് എന്നെ കൊണ്ടുപോയത്. വേറെ ഏതോ ഒരു വഴി കൂടെയൊക്കെയാണ് കൊണ്ടുപോയത്. ദാ കാണുന്നത് മുതിരയാണ് കേട്ടോ. അവർ പാടത്തുനിന്ന് കൊണ്ടുവന്ന് ഉണക്കാനിടുന്ന റോട്ടിലാണ്. പോകുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാം കേട്ടോ, റോഡ് സൈഡിൽ മുഴുവൻ. ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. ഞാൻ വൃത്തിയുടെ കാര്യത്തിൽ പറഞ്ഞതല്ല, എന്നാലും 2 സൈഡിലും മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഒരുപാട് കൃഷി, വെളുത്തുള്ളി ആയാലും ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കൃഷികളുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് കാണിച്ചെന്ന വഴിയായതുകൊണ്ട് നേരെയുള്ള വഴിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ ബസ് കയറാനുള്ള തിരക്കാണ്. എവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെല്ലാം താഴെ പാർക്ക് ചെയ്തിട്ട് അവരുടെ ബസ്സിലാണ്, കർണാടക RTCയുടെ ബസ്സിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. 70 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമ്മുടെ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി ഫസ്റ്റ് തന്നെ സീറ്റ് പിടിച്ചു. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ, 20 മിനിറ്റോളം മുകളിലേക്ക് ബസ് യാത്രയുണ്ട്. കാണാൻ നല്ല രസമുള്ള വഴികളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം വ്യൂ പോയിന്റ്സും പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ബസ്സിൽ മുകളിലേക്ക് പോകാം. AD 1315 ചോൾ രാജാക്കന്മാർ പണിത ഒരു അമ്പലമാണ് കേട്ടോ ഈ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിള്. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ ഏറ്റവും ഹയസ്റ്റ് മലയാണ് കേട്ടോ ഈ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും നല്ല ക്ലൈമറ്റാണ് അവിടെ. ഒരുപാട് മൃഗങ്ങൾ എപ്പോഴും വിസിറ്റ് നടത്തുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ആനേനെ എപ്പോൾ വേണമെങ്കിൽ കാണാമെന്നാണ് അവിടെ പറഞ്ഞു കേട്ടത്. (1450 ഹൈറ്റാണ് കേട്ടോ ഈ മലയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ ഏറ്റവും ഹയസ്റ്റ് മലയായിട്ട് ഈ ഗോപാലസ്വാമി ഹില്ല് ഇങ്ങനെ നിൽക്കുന്നത്. അവസാനം നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്താറായിട്ടോ. ദൂരെ ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ടെമ്പിളിൻ്റെ അവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ ബസ് നേരെ താഴെ പോകും അടുത്ത ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ താഴെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. അമ്പലം പുറമേന്ന് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളതാണെങ്കിലും നന്നായി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതെല്ലാം. ഞാൻ ഈ അമ്പലത്തിന്റെ ചുറ്റുഭാഗത്തും നടന്നു കേട്ടോ. നമ്മൾ നടക്കുന്ന വഴിയിൽ ഒരുപാട് ആനപ്പിണ്ടങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ ഒരുപാട് തരത്തിലെ ആൾക്കാർ ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നുണ്ട് കേട്ടോ.
പാട്ട് പാടിയിട്ടും കൊട്ടിയിട്ടും എല്ലാം. പിന്നെ അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കയറാനുള്ള പരിപാടി ഞാനങ്ങ് നിർത്തിവെച്ചു. മാത്രമല്ല അമ്പലത്തിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതും മാറ്റിവെച്ചു. ഈ കാണുന്ന ഒരു രഥമാണ് കേട്ടോ. അത് കാല് മാത്രമേ ഉള്ളൂ, ചക്രവും മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഇതിൻ്റെ ചുറ്റു സൈഡിലും മൊത്തം പുൽമേടുകളാണ്. ആനയ്ക്ക് വരാനൊക്കെ നല്ല പറ്റിയ സ്ഥലം തന്നെയാണ്. ഇവിടെ അത്യാവശ്യം വേണ്ട ബാത്റൂം ഫെസിലിറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, അതിനും പൈസ കൊടുക്കണം, എന്നാലും അതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ജീപ്പിന് 800 രൂപയാണ് കേട്ടോ, 5 ആൾക്ക് ഇരിക്കാം അതിനകത്ത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. തിരിച്ചു പോകാനുള്ള ബസ് വരുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അവിടെ കയറാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. വേറൊരു വലിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ദാ ബസ് വന്നു. ബൈ.